ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് നമ്മൾ കാണുന്നതാണ്. ഈ ആൾക്കാർ ഈ നല്ല വൈറ്റ് ഷർട്ടിലെത്തി ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്, സാധാരണക്കാരുടെ ഇടയിലും കാണുന്നുണ്ട്. നമ്മൾ ഈ അമേരിക്കൻ സീരീസൊക്കെ കാണുമ്പോൾ അതിലെല്ലാവർക്കും നല്ല പല്ലുള്ളതായിട്ട് കാണാം. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ദാറ്റ് മേ ബി അവർ നല്ലോണം ബ്രഷ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളതാണ്. പക്ഷേ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞത് ദാറ്റ് അവർ ഈ വെനീറൊക്കെ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചെന്ന് പറയുമ്പോൾ വെനീർസ് എഫക്റ്റീവാണോ? വിനിയേഴ്സ് നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ആ സ്മൈൽ പ്രത്യേക രസമാണ് കാണാൻ. ഇമാക്സ് പോലുള്ള സെറാമിക് മെറ്റീരിയൽ വെച്ച് നമ്മൾ വിനിയേഴ്സ് ചെയ്താൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമുക്കത് ആ ഒരു സ്മൈലിനൊരു പ്രത്യേകത തന്നെയാണ്. ആ രീതിയിലുള്ള സ്മൈൽ കറക്ഷൻ ചെയ്യണമെങ്കിൽ ഈതർ നമ്മുടെ പല്ലിൻ്റെ ഷേപ്പോ സൈസോ അല്ലെങ്കിൽ സ്പേസിങ് ചെറിയ തോതിൽ, ഒത്തിരി വലിയ സ്പേസിങ് അല്ല, ചെറിയ തോതിൽ സ്പേസിങ് കറക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഞാൻ കേട്ടിരിക്കുന്നത് കുറച്ച് കോസ്റ്റ് ആവും എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അതിൻ്റെ കോസ്റ്റിനൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടും. ഇപ്പം ഞാൻ മേ ബി ഐ ഷെൽ ഔട്ട് മണി, എന്നാൽ അതൊരു ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്നതാണോ വെനീർസ്, അതോ അതിന് വീണ്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? ഒരു ബ്രൈഡൽ മേക്കപ്പിന് ആൾക്കാർ എത്ര സ്പെൻഡ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടി? ട്രൂ ട്രൂ. യു ഷുഡ് ലുക്ക് ബ്യൂട്ടിഫുൾ ഓൺ ദാറ്റ് ഡേ. പക്ഷെ ചിരിച്ചാൽ പോയി. അത്രയും മേക്കപ്പ് ഇട്ടിട്ട് പലപ്പോഴും ചിരിക്കാൻ ഞങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. കല്യാണം എന്നാ ഡോക്ടറെ എന്തെങ്കിലും ചെയ്തതാ, എൻ്റെ ചിരിയും കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ അത്രയും മേക്കപ്പ് ഇട്ട് കഴിയുമ്പം ചിരിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്താലേ അല്ല, സ്പൗസ് ആയിരിക്കും പുഷ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ചെയ്തിട്ടില്ലല്ലോ, നമുക്കിത് ചെയ്യാം എന്ന്. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻ്റ് പറയുന്നത് കല്യാണത്തിന്റെ മുന്നേ ചെയ്യേണ്ടിയിരുന്നു ഞാൻ. എന്നിട്ട് എന്നെ ഫോട്ടോസ് കാണിക്കുമ്പോൾ ചിരിച്ചിട്ടില്ല അവര്, ലിറ്ററലി അവർ ചിരിച്ചിട്ടില്ല. ജസ്റ്റ് ടു മാസ്ക്, അവർ ചിരിച്ചിട്ടില്ല.